പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ എക്സാമിന് ഒരുപാട് മാർക്ക് ചോദിക്കുന്ന ഒരു പാഠഭാഗമാണിത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നമ്മളെ ഈ ഭൂഖണ്ഡങ്ങളെ കുറിച്ചും അതുപോലെ കടലുകളെ കുറിച്ചൊക്കെ സമുദ്രങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വേൾഡിലെ എത്ര സമുദ്രങ്ങളുണ്ട്, എത്ര വൻകരകളുണ്ട് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. വേൾഡ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ്. ഏതൊക്കെയാണ് കോണ്ടിനെന്റ്സ് ഉള്ളത്? ഏഷ്യ ഉണ്ട്, ഏഷ്യ വലുപ്പത്തിലെ ഏറ്റവും വലിയ ഏഷ്യ ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്, നോർത്ത് അമേരിക്ക ഉണ്ട്, സൗത്ത് അമേരിക്ക ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, പിന്നെ ഇതിന്റെ ഓസ്ട്രേലിയ ഉണ്ട്, അന്റാർട്ടിക്ക ഉണ്ട്. ഇത്രയും വൻകരകളാണ് നമ്മുടെ ഭൂമിയിലുള്ളത്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ. ഇനി സമുദ്രങ്ങളുടെ കാര്യം, ഓഷ്യൻസിന്റെ കാര്യം എടുത്താലോ? പസഫിക് ഓഷ്യൻ ഉണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. പസഫിക് മഹാസമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അതുപോലെ ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം, അതാണ് സൗത്തേൺ ഓഷ്യൻ എന്നുള്ള പേരിൽ കൊടുത്തിട്ടുള്ളത്. അന്റാർട്ടിക് സമുദ്രം, പിന്നെയോ അറ്റ്ലാന്റിക് സമുദ്രം, അറ്റ്ലാന്റിക് ഓഷ്യൻ, പിന്നെ എന്തുണ്ട്? പസഫിക് ഓഷ്യൻ, പസഫിക് സമുദ്രം. ഇത്രയും സമുദ്രങ്ങളും നമ്മുടെ ഈ ലോകത്ത് ഉണ്ട്. ഓക്കെ, ഇത് ബേസിക്കലായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചാപ്റ്റർ കൊണ്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഒരു ഇൻട്രോ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗവും എന്താണ്? സമുദ്രമാണ്. 2/3 of the earth we live in oceans. പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും അവയെല്ലാം എന്താണ്? പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇവയ്ക്കെല്ലാം പല പേരുകളാണ്. നമുക്ക് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, പല പേരുകളാണെങ്കിലും അവയ്ക്കെല്ലാം എന്താണ്? ഇവ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം കണക്ട് ആയി കിടക്കുന്നുണ്ട്. സമുദ്രം ഒഴികെയുള്ള ഭൂമിയുടെ ഭാഗം എന്താണ്? കര എന്നുള്ള പേര്, ലാൻഡ് ഏരിയ. ഓക്കെ, ഓഷ്യനെ മാറ്റി നിർത്തിയാൽ, ഓഷ്യൻ ഏരിയ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഭാഗം എന്താണ്? ലാൻഡ് ഏരിയ ആണ്. The large land masses are called continents, meaning pieces of land. വിശാലമായിട്ടുള്ള കരയുടെ ഭാഗങ്ങളെ നമ്മൾ ഏത് പേരിലാണ് പറയുന്നത്? ഏത് പേരിലാണ്? കരയുടെ കഷ്ണങ്ങൾ എന്ന പേരിലാണ് അവയെ വിളിക്കുന്നത്. ഒരുപാട് സവിശേഷതകളുള്ള വലിയൊരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭൂഖണ്ഡം, കോണ്ടിനെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? പ്ലാറ്റ്യൂസ്, സമതലങ്ങൾ ഉണ്ടാവും, ഡെസേർട്സ്, മരുഭൂമികൾ ഉണ്ടാവും, അതുപോലെ എക്സ്പെൻസീവ് പ്ലെയിൻസ്, വിശാലമായ സമതലങ്ങൾ ഉണ്ടാവും, പിന്നെ മൗണ്ടെയിൻസ് ഉണ്ടാവും, പീഠഭൂമികൾ ഉണ്ടാവും. ഇതെല്ലാം എവിടെ ഉണ്ടാവും? കോണ്ടിനെന്റ്സിൽ ഉണ്ടാകും. ഓക്കെ, പിന്നെയോ അത് മാത്രമാണോ? അത് മാത്രമല്ല, ബോർഡേഴ്സ്, അതിർത്തികൾ ഉണ്ടാവും, മൗണ്ടെയിൻസ്, പർവ്വതങ്ങള്. പിന്നെ ഇന്ത്യയിൽ എന്തൊക്കെ കാണുന്നതാണ് ഇവിടെ പറയുന്നത്? ബോർഡേഴ്സ് ഉണ്ട്, അതിർത്തികളുണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്, പർവ്വതങ്ങളുണ്ട്, നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസ്, എന്നിട്ട് ഉത്തര മഹാസമുദ്രം ഉണ്ട്, പെനിൻസുലർ പ്ലാറ്റ്യൂ, ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്, താർ ഡെസേർട്ട് ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്, പിന്നെയോ കോസ്റ്റൽ ഏരിയ, തീരപ്രദേശമുണ്ട്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, കാലാവസ്ഥ, വൈവിധ്യമാർന്ന കാലാവസ്ഥ ഇവിടെയുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. പിന്നെയോ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്നിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാലമായിട്ടുള്ള ഭൂഖണ്ഡങ്ങളുടെ ചെറിയ ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഉപഭൂഖണ്ഡം എന്ന് വിളിക്കുക. സബ് കോണ്ടിനെന്റ്സ് ആർ ലാർജ് കോണ്ടിനെന്റൽ ഏരിയാസ് വിത്ത് ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ ഡിവിഷൻ ആൻഡ് ക്ലൈമറ്റ്സ് ആസ് ഇൻ കോണ്ടിനെന്റ്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു നിർത്തുന്നത്. അതായത് നമ്മുടെ ഏഷ്യയുടെ ഒരു അതിർത്തിയായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയെ മറ്റു രാജ്യങ്ങളായിട്ട് വേർതിരിക്കുന്ന ഒരു അതിർത്തിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്യൂ ആണ് ഇത് പാമീർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യയുടെ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാമീർ പീഠഭൂമി ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നുണ്ട്. പാമീർ പീഠഭൂമിയിൽ ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുകുഷ് തുടങ്ങിയ ഒരുപാട് മലകൾ വന്ന് ചേരുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇന്ത്യയുടെ മാപ്പ് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മുടെ പാമീർ പീഠഭൂമി വരുന്ന മുകൾ ഭാഗത്ത്, കാശ്മീരിന്റെ മുകളിലാണ് ടിയാൻ ഷാനും കുൻലൂണും ഹിന്ദുകുഷും കാരക്കോറും ലഡാക്കും ഒക്കെ എങ്ങോട്ട് വന്നു ചേരുന്നുണ്ട്? പാമീറിലോട്ട് വന്നു ചേരുന്നുണ്ട്. ഓക്കെ, ഇത് കൂടാതെ ഒരുപാട് മലകളും മറ്റു പ്രത്യേകതകളും ഇവിടെ ഉണ്ട്, നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്.
ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായുള്ള സമതലങ്ങളുണ്ട്, മൗണ്ടെയ്ൻസ് ഉണ്ട്, അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയകളുണ്ട്, പിന്നെയോ മരുഭൂമികളുണ്ട്, അതുപോലെ എന്തുണ്ട്, ശിലകളായി നിർമ്മിക്കപ്പെട്ട പീഠഭൂമികൾ പ്ലാറ്റ്യൂസ് ഉണ്ട്, പിന്നെയോ തീരങ്ങൾ കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്, പിന്നെയോ ദ്വീപുകൾ ഐലൻഡുകൾ ഉണ്ട്. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ പീഠഭൂമിയുടെ ഭാഗമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഇന്ത്യ മാത്രമാണോ? ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയെ കൂടാതെ വേറെയും രാജ്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഏതൊക്കെയാണ്? നമ്മുടെ ഭൂട്ടാൻ ഉണ്ട്, അതുപോലെ നേപ്പാൾ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, ശ്രീലങ്ക ഉണ്ട്. ഇതൊക്കെ എന്തിൽ പെടുന്നുണ്ട്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടുന്നുണ്ട്. ഇതിന്റെ അതിർത്തിയോ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ അതിർത്തി നോക്കുകയാണെങ്കിൽ രസമാണ്. നോർത്തിൽ എന്തുണ്ട്? നോർത്തിൽ ഹിമാലയം ഉണ്ട്, ഹിമാലയ പർവ്വതമുണ്ട്. അതുപോലെ ഈസ്റ്റ് കിഴക്ക് ഭാഗത്ത് എന്തുണ്ട്? ആരക്കൻ പർവ്വതമുണ്ട്. പിന്നെയോ തെക്ക് ഭാഗത്ത് എന്തുണ്ട്? സൗത്തിൽ എന്തുണ്ട്? ഇന്ത്യൻ മഹാസമുദ്രം, ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. പിന്നെ വെസ്റ്റിൽ എന്തുണ്ട്? പടിഞ്ഞാറ് ഭാഗത്ത് എന്തുണ്ട്? ഹിന്ദുകുഷ് റേഞ്ച്, ഹിന്ദുകുഷ് പർവ്വതം ഉണ്ട്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സമുദ്രമേ, ഓഷ്യനേ ഈ ലോകത്തുള്ളൂ. അതാണ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ നോർത്ത് സൈഡിലുള്ള പർവ്വതങ്ങളാണ് ഭാഗത്തുള്ള പർവ്വത നിരകളാണ് നമ്മുടെ ഈ പറയുന്ന ഹിന്ദുകുഷ്, അതുപോലെ ഹിമാലയൻ പർവ്വതം തുടങ്ങിയൊക്കെ. ഹിന്ദുകുഷ് എവിടെയാണ്? ഹിന്ദുകുഷ് പാകിസ്ഥാനിലാണ്. എന്നാൽ ഹിമാലയം എവിടെയാണ്? ഹിമാലയം ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പരന്നു കിടക്കാണ്. ലോകത്തിൽ ഉയരമേറിയ മിക്ക കൊടുമുടികളും എവിടെയാണുള്ളത്? ഈ ഹിന്ദുകുഷിലും അതുപോലെ ഹിമാലയത്തിലാണ് ഉള്ളത്. Most of the high peaks in the world are located in the mountains range. Okay, ഹിമാലയ പർവ്വതനിരയ്ക്ക് തെക്ക് ഭാഗത്ത് വിശാലമായിട്ടുള്ള പ്ലെയിൻ ഏരിയ ആണ് ഉള്ളത്. ഇതുണ്ടാവാൻ കാരണം എന്താണ്? ഇതുണ്ടാവാൻ കാരണം സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗാ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങൾ അവിടെ അടിഞ്ഞുകൂടിയത് കൊണ്ടാണ് അവിടെ വിശാലമായിട്ടുള്ള സമതലമായിട്ട് മാറിയുള്ളത്. The extensive plains is formed by the alluvial deposits brought by the rivers Indus, Ganga and Brahmaputra. പിന്നെയോ ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് ഈ പ്രദേശങ്ങൾ. ഉത്തര സമതലം നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് എന്നാണ് ഈ ഭാഗത്തെ പറയാം. ഓക്കെ, ഇവിടെ നോക്കിയാലോ, ഈ മാപ്പിൽ ധാർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്തായിട്ട്, ഈസ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കാണുന്ന ഇതാണ് എന്ത് പറയുന്നത്? ഉത്തര മഹാസമതലം, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിന്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫെർട്ടൈൽ സോയിലാണ്, ഫലഭൂഷ്ടമായ മണ്ണാണ്. പിന്നെയോ അബണ്ടന്റ് വാട്ടർ സപ്ലൈ ഫ്രം റിവേഴ്സ്, നദികളിലൂടെ ഒരുപാട് വാട്ടർ സപ്ലൈ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെയോ പ്ലെയിൻ ലാൻഡ്സ്കേപ്പ്, നിരപ്പാർന്ന പ്രദേശമാണ് ഇവിടെ ഉള്ളത്. തിക്ലി പോപ്പുലേറ്റഡ്, ധാരാളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ധാരാളം ആളുകൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഓക്കെ, ഉത്തര മഹാസമുദ്രത്തിനുള്ള തെക്ക് ഭാഗം എന്താണ്? പീഠഭൂമിയാണ്. The southern part of the North Indian Plains is a plateau, പീഠഭൂമിയാണ്. എന്താണ് പീഠഭൂമി എന്ന് പറഞ്ഞാല്? ഇതിന് ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ട്? ഇതിന് ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ, 900 മീറ്റർ വരെ എന്തിന് ഹൈറ്റ് ഉണ്ട്? ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിന്റെ സൗത്തിലുള്ള പ്ലാറ്റ്യൂവിന് ഹൈറ്റ് ഉണ്ട്. ഇത് ഏത് ഷേപ്പിലാണ്? ഇത് ത്രികോണാകൃതിയിലാണ്. ഓക്കെ, ഇത് ട്രയാങ്കുലർ ഷേപ്പിലാണ് എന്തുള്ളത്? ഈ നമ്മുടെ ഇന്ത്യൻ പ്ലാറ്റ്യൂ ഉള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വരണ്ട സ്ഥലമാണ് ഏത്? ധാർ മരുഭൂമി എന്ന് പറയുന്നത്, ധാർ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച് ഹിമാലയം പഠിച്ചു, പിന്നെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ പറഞ്ഞു, പിന്നെ പ്ലാറ്റ്യൂ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഡെസേർട്ട്, ഇന്ത്യയിൽ കാണുന്ന ഡെസേർട്ടിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ പ്രധാന ഡെസേർട്ട് ആണ് ഇത് ഥാർ ഡെസേർട്ട് എന്ന് പറയുന്നത്, ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് എന്തൊക്കെയുള്ളത്? കുറച്ച് മഴ മാത്രമേ ലഭിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കള്ളിമുൾച്ചെടികള്, കുറ്റിച്ചെടികള്, ഇതൊക്കെ മാത്രമേ ഇവിടെ, ബുഷസ് മറ്റും കാര്യങ്ങളൊക്കെ മാത്രമേ ഇവിടെ കാര്യമായിട്ട് ഉള്ളൂ. അതുപോലെ ഥാർ മരുഭൂമി കൂടാതെ ഇന്ത്യക്ക് വലിയൊരു തീരപ്രദേശമുണ്ട്, കോസ്റ്റൽ ലൈൻ ഉണ്ട്. അതുപോലെ ഒരുപാട് ഐലൻഡുകൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭാഗമാണ്.
മാലിദ്വീപ്, ശ്രീലങ്ക, ഇതൊക്കെ അതുപോലെ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റലിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭാഗമല്ല, ഇന്ത്യൻ സബ് കോണ്ടിനെന്റലിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഈ മാപ്പ് നോക്കൂ, എല്ലാവരും ഈ മാപ്പ് കണ്ടിട്ട് മാർക്ക് ചെയ്യേ. ആരക്കൻ റേഞ്ച് എവിടെയാണ്? പാമീർ നോട്ട് എവിടെയാണ്? പെനിൻസുലർ പ്ലാറ്റൂ എവിടെയാണ്? ഡാർക്ക് ഡെസേർട്ട് എവിടെയാണ്? നോർത്ത് ഇന്ത്യൻ പ്ലേറ്റ് എവിടെയാണ്? എല്ലാവരും മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി അടുത്തതാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തന്നെ തനതായ കാലാവസ്ഥാ സവിശേഷതകളുണ്ട്. തനതായിട്ടുള്ള കാലാവസ്ഥാ സവിശേഷതകൾ ഉണ്ട്. The Indian subcontinental has unique climatic conditions. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ജനറലി ഹാസ് മൺസൂൺ ക്ലൈമറ്റ് വിത്ത് റീജിയണൽ വേരിയേഷൻ. ഋതുക്കൾ എന്നാണ് ഈ ഋതുക്കൾ എന്ന അർത്ഥം വരുന്നത് മൗസിം എന്ന് പറയുന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. മൺസൂൺ കംസ് ഫ്രോം ദ അറബിക് വേർഡ് മൗസിം. Monsoon means influence the Indian subcontinent's climate. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ക്ലൈമറ്റിനെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഒന്നാണ് ഇത് നമ്മുടെ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. This wind changes its direction according to the seasons. ഈ നമ്മുടെ സൂര്യന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഉത്തരായന കാലം എന്താണ്? സമ്മർ സോളിസ്റ്റിസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം എവിടെ വരും? ഉപഭൂഖണ്ഡത്തിൽ, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന് തൊട്ട് മുകളിലായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് അവിടെ നല്ല ചൂട് കൂടുതലാവും. കാരണം പെട്ടെന്ന് ചൂടായിട്ട് അവിടുത്തെ വായു, അവിടുത്തെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസും മറ്റും എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ സമയത്ത് ഈർപ്പം നിറഞ്ഞ മോയ്സ്ചർ ആയിട്ടുള്ള കാറ്റ് എവിടുന്ന്? സമുദ്രത്തിൽ നിന്നും, ഓഷ്യൻ ഏരിയയിൽ നിന്ന് എങ്ങോട്ട് വീശും? ഭൂമിയിലോട്ട് വീശാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, മെയ് ജൂൺ മാസങ്ങളിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ കാറ്റ് വ്യാപകമായുള്ള മഴയ്ക്ക് കാരണമാകാറുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ നമുക്കറിയാം, മെയ്യിലും ജൂണിലും ഒക്കെ നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ധാരാളം മഴ ഇവിടെ ഉണ്ടാവാറുണ്ട്, നമ്മുടെ നാട്ടില് ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ കാറ്റ് നന്നായിട്ട് വീശുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാരണമായി മാറും.